ഇന്ന് നമ്മൾക്ക് ഒരു കല്യാണമുള്ള ദിവസമായിരുന്നു. കല്യാണം എന്ന് പറയുമ്പോൾ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടുള്ളൊരു കല്യാണമല്ല, വീട്ടിൽ വെച്ചിട്ടുള്ളൊരു കല്യാണ പരിപാടിയായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ എൻ്റെ ലൈഫിൽ വീട്ടിൽ വെച്ചിട്ടുള്ളൊരു കല്യാണം കൂടുന്നത്. അത് നമ്മളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള വീട്ടിലെ കല്യാണം കഴിയും, നമ്മളുടെ അയൽക്കാരും കൂടെ ആണ് കേട്ടോ. അപ്പം നമ്മളിത് കല്യാണമൊക്കെ കൂടി ഫുഡൊക്കെ കഴിച്ചത് വീട്ടിലോട്ട് വന്ന് കുറച്ച് നേരം ഒന്ന് കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചു. കാരണം ബിരിയാണിയൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ പൊതുവേ നമുക്ക് ഇച്ചിരി ക്ഷീണം കൂടുതലാണല്ലോ. അപ്പോൾ വീട്ടിലേക്ക് നേരെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു വന്നു കുറച്ച് നേരം കിടന്നുറങ്ങി പോയ ഉറക്കം നല്ലൊരു ഉറക്കമായിരുന്നു. എഴുന്നേറ്റപ്പോഴത്തേക്ക് എന്ത് ചെയ്യും, നല്ല ഇരുട്ടി, നല്ല അടിപൊളി മഴ വന്നു കഴിഞ്ഞാൽ തന്നെ ഉറങ്ങാൻ നല്ല സുഖമല്ലേ. ഇപ്പോൾ നല്ല കാറ്റും മഴയും തണുപ്പും ഒക്കെ ആയിട്ട് അപ്പോഴത്തേക്ക് തന്നെ ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറിയിട്ട് ഒന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. പുറത്ത് പോകുന്ന ഈ മഴയത്ത് എവിടെ പോകാനല്ലേ, അതുകൊണ്ട് തന്നെ വിചാരിച്ചു മഴയത്ത് പോകാൻ പറ്റിയ സ്ഥലമാണല്ലോ ഒരു സിനിമ. അപ്പോൾ ഞങ്ങൾ സിനിമയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് വേഗനാക്കി ഒരു കുളിച്ചു മാറ്റി ഞങ്ങൾ സിനിമയ്ക്ക് കയറി. ഈ ഒരു സീൻ കാണുമ്പോൾ തന്നെ മനസ്സിലാവുള്ളൂ സിനിമ ഏതായിരിക്കും എന്നുള്ളത്. കുറേ നാളായിട്ട് വിചാരിക്കുന്നുണ്ട് കേട്ടോ ഇത് പോയി കാണണമെന്ന്. ഇപ്പം പറ്റിയൊരു ടൈമാണെന്ന് വിചാരിച്ച് ഞങ്ങൾ പോയി കണ്ടു. തിരിച്ച് നൈറ്റ് സെക്കൻഡ് ഷോ ആയിരുന്നു കേട്ടോ. തിരിച്ചത് വീട്ടിൽ വന്ന് കിടന്നുറങ്ങി. ഇത് രാവിലത്തെയാണ് കേട്ടോ. രാവിലെ എഴുന്നേറ്റ് വന്ന് ഞാൻ എഴുന്നേറ്റ് വരുന്ന രാവിലെ ഒന്നും ആവില്ല കേട്ടോ, എന്തായാലും ഒരു 10 മണിയൊക്കെ ആവും. അപ്പോഴത്തേക്കും ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചിനുള്ളത് എല്ലാം വീട്ടിൽ ഉമ്മി ഉണ്ടാക്കിയിട്ടുണ്ടാവും. പിന്നെ ഞാൻ വന്നിട്ട് ചൂടോടെ എനിക്കൊരു ചായ ഇട്ട് ഞാൻ കുടിക്കാറുണ്ട്. അവിടുത്തെ പാത്രങ്ങളൊക്കെ തുറന്നു നോക്കിയപ്പോൾ ഉച്ചയ്ക്കുള്ള കറികളെല്ലാം റെഡി ആയിട്ടുണ്ട്. നല്ല തേങ്ങയൊക്കെ അരച്ച് ഉണ്ടാക്കിയ മോരും കറി, പിന്നെ മീൻ ഏതാണെന്നറിയില്ല, നല്ല അടിപൊളി മുളക് ഇട്ട മീൻകറി, മുളകും കറി എന്നാണ് നമ്മുടെ നാട്ടിൽ ഞങ്ങൾ പറയാം കേട്ടോ. അതുപോലെ തന്നെ പൊരിക്കാൻ വേണ്ടിയിട്ട് കുറച്ചെടുത്ത് മസാലയും തേച്ച് വെച്ചിട്ടുണ്ട്. ആ യെല്ലോ കളർ ഇരിക്കുന്നത് മോനിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് എരിവില്ലാണ്ട് മഞ്ഞൾപ്പൊടി ഉപ്പും മാത്രം ഇട്ടിട്ട് തേച്ച് വെച്ചേക്കാണ് കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിന് ആ മീൻകറി കണ്ടപ്പോൾ അത് എടുത്തു. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.